ഷോർട്ട് കട്ട് കീസ് ആയിരുന്നു സ്പ്രെഡ്ഷീറ്റിൽ. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്പ് ഓഫ് വർക്ക്ഷീറ്റ് ഡാറ്റ. അതിൽ നമ്മൾ വർക്ക്ഷീറ്റിൽ എന്താണ് ഡാറ്റാസ് എൻ്റർ ചെയ്യും, പല തരത്തിലുള്ള ഡാറ്റാസ് ഉണ്ട്. അതിനി എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കണത്. എങ്ങനത്തെ ഡാറ്റാസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കണത്, അപ്പോൾ അത് ഓരോന്നും എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ഇനി കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ വാല്യൂ. വാല്യൂ ഇസ് ദ നമ്പർ എൻ്റർഡ് ഇൻ എ സെൽ. ദാറ്റ് ഈസ് ന്യൂമറിക്കൽ ഡാറ്റ ഈസ് കോൾഡ് വാല്യൂ. എക്സാമ്പിൾ ഏജ് ഓഫ് എംപ്ലോയി, സാലറി ഓഫ് എംപ്ലോയി എക്സെട്ര. അതായത് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറിക് വാല്യൂ ആണ്. അതായത് ഒരു സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വാല്യൂ. അത് ചിലപ്പോൾ ഒരു ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ സാലറി ആയിരിക്കാം. നമ്മളത് ന്യൂമറിക്കൽ ഡാറ്റ ഒരു സെല്ലിൽ നമ്മൾ എന്ത് ന്യൂമറിക്കൽ ഡാറ്റ കൊടുത്താലും അതിനെ പറയാം വാല്യൂ എന്നാണ്. ഇനി അതുപോലെ നെക്സ്റ്റ് ലേബൽ. ദി ടെക്സ്റ്റ് ഡാറ്റ ഈസ് കോൾഡ് ലേബൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൽഫബറ്റ്, സിംബൽസ്, നെയിം ഓഫ് എംപ്ലോയി, അതർ ഡെസിഗ്നേഷൻ എക്സെട്ര. ഇനി ലേബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ, അതായത് ടെക്സ്റ്റ് ആയിട്ടുള്ള എന്ത് ഡാറ്റ എൻ്റർ ചെയ്താലും അതിനെ ലേബൽ എന്നാണ് പറയാം. ചിലപ്പോൾ അത് ആൽഫബറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സിംബൽസ് ആയിരിക്കാം, അതായത് ഒരു എംപ്ലോയിയുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ ഒരു ഡെസിഗ്നേഷൻ ആയിരിക്കാം, എന്തായാലും അതായത് നമ്മൾ ടെക്സ്റ്റും അതുപോലെ തന്നെ സിംബൽസ് ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു സെല്ലിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലേബൽ എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ അത് ന്യൂമറിക് ഡാറ്റ ആണെങ്കിൽ അത് വാല്യൂ, ടെക്സ്റ്റ് ഡാറ്റ ആണെങ്കിൽ അത് ലേബൽ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഫോർമുല. ഫോർമുല ഈസ് entered to perform calculations. It should start with an equal to sign. അതായത് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്. ഇനി എപ്പോഴും ഫോർമുല ഈക്വൽ ടു സൈൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈക്വൽ ടു വെച്ചിട്ടാണ് എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ഫോർമുല. ഇപ്പോൾ ഫോർമുല ഇപ്പോൾ എ പ്ലസ് ബി അല്ലെങ്കിൽ സി ഈക്വൽ ടു എ പ്ലസ് ബി എന്നൊക്കെ പറയില്ല. അതായത് സി എന്ന് പറഞ്ഞ വേരിയബിളിൽ എയും ബിയും കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ സിയിൽ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ പറയില്ലേ ഇക്വേഷൻസ്. സോ ഇങ്ങനത്തെ ഇക്വേഷൻസിനെയാണ് നമ്മൾ ഫോർമുല എന്ന് പറയാം. ഇനി സ്പ്രെഡ്ഷീറ്റിലാണെങ്കിൽ ഒരു ഫോർമുല ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈക്വൽ ടു എ പ്ലസ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആദ്യം എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ സെല്ലിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഡാറ്റ ഈക്വൽ ടു ആണ്. ഇനി നെക്സ്റ്റ് പറയണത് കമ്പോണൻസ് ഓഫ് എ ഫോർമുല. അതായത് ഒരു ഫോർമുലയിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടത്. അതായത് നമ്മളൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാണ്, എനിക്കിപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ മാർക്ക് കാണണം, അല്ലെങ്കിൽ ആവറേജ് കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മളൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് 3 കമ്പോണൻസ് ആണ് നമുക്കൊരു ഫോർമുലയിൽ വേണ്ടത്. അതായത് 3 പാർട്സ്. ഈ 3 കാര്യങ്ങൾ എന്തായാലും നമുക്ക് എന്ത് വേണം, ഈ ഒരു ഫോർമുലയിൽ വേണം. അതിൽ ഫസ്റ്റ് വൺ ആണ് സെൽ റെഫറൻസസ്, സെക്കൻഡ് വൺ ആണ് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്, തേർഡ് വൺ ഫങ്ഷൻ. ഇനി സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്,